إكرامي واعلم أن أمة سيدنا محمد ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യൂസുഫ് ഹാജി സിംല അവർകളെ, നമ്മുടെ പ്രിയങ്കരനായ ഖത്തീബ് ഉസ്താദ് ഇസ്ഹാഖ് മിസ്ബാഹി ഉസ്താദ് അവർകളെ, നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങളായ ഫാറൂഖ് സഖാഫി ഉസ്താദ്, അസ്ഗർ സഖാഫി ഉസ്താദ്, ലത്തീഫ് ജുഹരി ഉസ്താദ്, അള്ളാഹു നമ്മുടെ ഈ ഇജ്തിമാ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു നല്ല കർഷകന്റെ ലക്ഷണം എന്താണ്? തന്റെ വിള നന്നായി തീരണമെങ്കിൽ, താൻ ചെയ്യുന്ന കൃഷിയിൽ നല്ല വിളവ് കിട്ടണമെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് നല്ല താല്പര്യവും കഠിന പരിശ്രമം നടത്തിയാലേ തന്റെ വിള നന്നാവുകയുള്ളൂ. വിള നന്നാവാൻ വേണ്ടി, നല്ല വിള കിട്ടാൻ വേണ്ടി നാം ചെയ്യേണ്ടത് നല്ല വിളവ് ലഭിക്കുന്ന സ്ഥലം സെലക്ട് ചെയ്യണം. മാത്രമായില്ല, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണിൽ നിന്നേ നല്ല വിള ലഭിക്കൂ. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അതുപോലെയാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ നല്ലവരായി തീരണമെങ്കിൽ പുരുഷൻ കണ്ടെത്തുന്ന ഇണ നല്ല ഫലപുഷ്ടിയുള്ള, ദീനിയുള്ള, നല്ല സംസ്കാരമുള്ള ഒരു കുടുംബിനിയിൽ നിന്ന് വിളയാകുന്ന മക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പെണ്ണിന് തന്റെ ഉപ്പ കണ്ടെത്തുന്ന ഭർത്താവ് നല്ല ആളായാൽ മാത്രമേ ആ രണ്ട് ദാമ്പത്യ വല്ലരിയിൽ നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വിള നന്നാവണമെങ്കിൽ രക്ഷിതാക്കളും നല്ലവരായിരിക്കണമെന്ന് സാരം. അള്ളാഹു നല്ല രക്ഷിതാക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മക്കളെപ്പറ്റി അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നാളെ ചോദ്യമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഉപ്പക്കെതിരെയും ഉമ്മക്കെതിരെയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാവുമെന്ന കാര്യത്തിൽ നാം ആരും സംശയിക്കേണ്ടതില്ല. എന്നാൽ ഈ മക്കളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ, ചെയ്യാതെ, അത് പൂർണ്ണമായ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യാത്ത രക്ഷിതാക്കൾ കൊടും കുറ്റവാളികളാണ്. ഈ ചോദ്യത്തിന് പ്രസക്തമായ ഒരു ഉത്തരമാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മക്കളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ട് അത് നിർവഹിക്കാത്ത രക്ഷിതാക്കൾക്ക്, അലസതയുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. സ്വന്തം മക്കള് വിജയിക്കാത്തതിന്റെ, സ്വന്തം മക്കള് ജീവിതത്തിൽ വിജയിച്ച് കാണാത്തതിന്റെ ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾ വെച്ചുകെട്ടുക മറ്റുള്ളവരുടെ തലയിലാണ്. ഒന്നെങ്കിൽ കൂട്ടുകാര്, അല്ലെങ്കിൽ അയൽവാസികള്, ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അങ്ങനെ തുടങ്ങി നീളുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ തലയിൽ അതാ കുട്ടികളെ ഇട്ടുകൊണ്ട്
രക്ഷപ്പെടുന്ന രക്ഷിതാക്കൾ ആഖിറത്തിൽ അല്ലാഹു വിടൂല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അഥവാ മക്കള് നല്ല സ്ഥാനത്തെത്തി, നല്ലൊരു അഭിമാനകരമായ ഒരു നേട്ടത്തിലെത്തി, എന്നാൽ ആ രക്ഷിതാക്കൾ, അതേ രക്ഷിതാക്കൾ ആ മകന്റെ നേട്ടം അല്ലെങ്കിൽ മകളുടെ നേട്ടം വേറൊരാൾക്കും കൊടുക്കാൻ തയ്യാറാവൂല. അത് എന്റെ മോനായത് കൊണ്ടാ, അല്ലെങ്കിൽ എന്റെ മകളായത് കൊണ്ടാ നേട്ടത്തിലെത്തിയതെന്ന് പറയും. നേരെ മറിച്ച് എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോ, അല്ലെങ്കിൽ പഠിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൂട്ടുകെട്ടിൽ പെടുകയോ ചെയ്താൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അപ്പ രക്ഷിതാക്കൾ പറയും അത് ആ ചങ്ങാതിന്റെ ഒക്കെ കൂടിയത് കൊണ്ടാണ് അങ്ങനെ ആയത്, അല്ലെങ്കിൽ ആ ഉസ്താദ് നേരെ പഠിപ്പിക്കാത്തോണ്ടാണ് ആ കുട്ടി പഠിക്കാത്തത്. അങ്ങനെ പല കാരണങ്ങളും വെച്ച് നീട്ടും. എന്തെങ്കിലും സ്ഥാനം കിട്ടിയാൽ നേരെ തിരിച്ചായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ ശഫീഉനാ ഹബീബുല്ലാഹി. എന്താ ഒരു സ്വലാത്ത് ചൊല്ലാത്തത്? ശഫീനാ ഹബീബുല്ലാഹി. ഓരോ സന്താനവും പിറക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട രൂപത്തിലാണ് ഓരോ സന്താനവും പിറക്കപ്പെടുന്നത്. പിന്നെ മാതാപിതാക്കളാണ് അവനെ തെറ്റുകാരനാക്കുന്നത്. ജൂതനും അഗ്നിക്കാരാധനും ക്രിസ്ത്യാനിയും ഒക്കെ ആക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇന്നത്തെ സമൂഹത്തിൽ മാതാവിന്റെ ഉത്തരവാദിത്വം ഒന്നും കൂടി കൂടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇന്ന് അധിക പിതാക്കന്മാരും വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലകളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. കാരണം ആ ഉപ്പയുടെയോ ആ പിതാവിന്റെയോ ഉത്തരവാദിത്വം കൂടി ആ ഉമ്മ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉമ്മ ആ കുട്ടിയെ വളരെ കാർക്കശ്യമായി നല്ല രൂപത്തില് ദീനിന് യോജിച്ചവനായി കൊണ്ട് വളർത്തിയില്ലെങ്കിൽ ആ കുട്ടി തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉമ്മമാർ പക്വമതികളാവാതെ തരമില്ല. അവരെന്താവണം? കുറച്ചു പക്വതയോടുകൂടി തന്റെ മക്കളെ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉമ്മ പഠിക്കണം. സന്താന ശിക്ഷണത്തിന്റെ പുതിയ സാങ്കേതികതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മമാരവിടെ ഇടപെട്ടാലേ മക്കൾ തെറ്റിലേക്ക് പോവാതെ മക്കളതാ തെറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. ഒരു മകൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അധിക രക്ഷിതാക്കളും മക്കളെ കുറ്റപ്പെടുത്തുന്നു, എനിക്കങ്ങനെ ഒരു മകനില്ല കേട്ടോ. അങ്ങനെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം ആ മക്കളെ വാതിൽ അടക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് മകനൊരു തെറ്റ് ചെയ്യുമ്പോ വളരെ സ്നേഹത്തോടുകൂടെ മകനെ എന്ന് ഉപദേശിച്ചാൽ, അല്ലെങ്കിൽ മകളെ അങ്ങ് ഉപദേശിച്ചാൽ എന്റെ മകൻ നന്നാവും, അല്ലെങ്കിൽ എന്റെ മകള് നന്നാവുമെന്ന ചിന്തയോടുകൂടെ മക്കളെ അവിടെ നിന്നതാ ശരിയായ രൂപത്തില് ഒന്ന് ഉപദേശിച്ചു കൊടുത്താൽ ആ മക്കള് നന്നാവും. നേരെ മറിച്ചുകൊണ്ട്
ഇത് എന്റെ മകനല്ല, എനിക്കിങ്ങനെ ഒരു മകനില്ല എന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് മക്കളെ അതാ അങ്ങനെ ശകാരിച്ചു കഴിഞ്ഞാൽ ആ മകനതാ പിന്നെ നിങ്ങൾക്ക് ആ മകന്റെ ഗുണം കിട്ടൂല. അപ്പോ മക്കളെ നല്ല രൂപത്തില് അവർക്ക് വിഷമമാകാത്ത രൂപത്തില് അവർക്ക് ദേഷ്യം വരാത്ത കോലത്തിൽ വേണം മക്കളെ അവിടുന്ന് ഉപദേശിക്കാൻ. ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകളതാ പാതിരാവിൽ ഇങ്ങനെ രാജ്യം അങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. എന്തിനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചുറ്റിക്കറങ്ങുന്നതെന്നറിയോ? എന്റെ പ്രജകളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ? പട്ടിണി കിടക്കുന്നവരുണ്ടോ? വല്ല വിഷമങ്ങളും നേരിടുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ മഹാനവർകള് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിന്റെ ഇടയില് ഒരു ചെറിയ കുടിലിൽ നിന്ന് സംസാരത്തിന്റെ ഉയർന്ന സംസാരത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഒരു മകളുടെയും ഉമ്മയുടെയും സംസാരമാണത്. ആ ഉമ്മയും മകളും ഒട്ടകത്തിന്റെ പാൽ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അവരെ ഉപജീവന മാർഗം അങ്ങനെയാണ്. ആ സമയത്ത് അന്ന് കറന്ന പാലിൽ കുറവ് വരികയും ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും എത്താത്ത രൂപത്തിലെത്തുകയും ചെയ്തപ്പോ ആ ഉമ്മ മകളോട് പറയുന്നു, മോളെ നീ ഈ പാലിലങ്ങ് അല്പം വെള്ളം ചേർക്കണം. കാരണം ഇന്ന് കിട്ടിയ പാല് വളരെ കുറവാണ്. വെള്ളം ചേർത്ത് കൊടുത്താൽ എല്ലാവർക്കും അത് എത്തിക്കാൻ പറ്റും. അങ്ങനെയാ ഉമ്മ പറഞ്ഞ സമയത്ത് അതാ ആ മകൾ അവിടെന്ന് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എങ്ങാനും ഈ വിഷയം അറിയുകയാണെങ്കിൽ നമ്മുടെ ഉടലിൽ തല കാണില്ല ഉമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മ പറയുകയാണ്, മോളെ ഈ പാതിരാത്രി സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സുഖനിദ്രയിലാണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെ അറിയാനാണ് മോളെ? നീ ആ പാലിലങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കുമോളെ. ഉമർ പോയിട്ട് ഒരാളും ഈ സമയത്ത് പാലിൽ വെള്ളം ചേർത്താൽ അറിയില്ല. അതുകൊണ്ട് നീ ധൈര്യമായി ചേർത്തോ മോളെ. ആ സമയത്ത് മകൾ പറയുകയാണ്, എന്താണ് ആ മകൾ പറയുന്നത്? ആ മകൾ പറയുന്നു, ഉമ്മ, ഞാനും നിങ്ങളും ഇവിടെ ചെയ്യുന്ന കാര്യം ഉമർ അറിഞ്ഞില്ലെന്ന് വരാം, ഉപഭോക്താക്കളാരും അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഫ്സി സുദൂർ, യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. മനസ്സിന്റെ ഹൃദയാന്തരങ്ങളിലുള്ള കാര്യവും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്ന റബ്ബ് ലോകരക്ഷിതാവായ അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ. അമീറുൽ മുഅ്മിനീൻ ഈ കാര്യം അറിയില്ല, ഉപഭോക്താക്കൾ അറിയില്ല, പടച്ച റബ്ബ് ഈ കാര്യം കാണുന്നുണ്ടുമ്മ. അല്ലാഹ് നമ്മളെ വിടൂല ഉമ്മ.
ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകളതാ നേരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. കൊട്ടാരത്തിലെത്തിയിട്ട് അങ്ങനെ മഹാനവർകൾ ഉറങ്ങുകയാണ്. രാവിലെ എണീക്കുന്ന സമയത്ത് അതാ കല്യാണം കഴിക്കാറായ തന്റെ മകൻ ആസിമിനെ കൂട്ടിക്കൊണ്ട് ആ കുടിലിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാണ് മഹാനവർകൾ ആ കുടിലിലേക്ക് പോയത്? തന്റെ വിവാഹപ്രായമെത്തിയ മകനെയും കൊണ്ട് ആ പരിശുദ്ധവതിയായ സ്ത്രീയെ വിവാഹാലോചന നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതുപോലെയുള്ള മക്കളുണ്ടെങ്കിൽ നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ മക്കളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുദ്ദിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സൂറത്തുൽ ഫുർഖാൻ 74-ാം ആയത്തിലൂടെ അല്ലാഹു അവിടുന്ന് പറയുകയാണ്, ഈ ആയത്തിൽ ഖുർറത്ത് അയ്യുൻ എന്ന് അവിടെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് മഹാന്മാർ പറയുകയാണ്. മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖുർറത്ത് അയ്യുനിൻ, മക്കൾ കൺകുളിർമയാകുന്നവരാവണം. ഇന്നത്തെ സാഹചര്യത്തിൽ അതാ ഒരു യുവാവായ മകൻ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് അസ്സലാമു അലൈക്കും യാ അബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതാൻ തയ്യാറാകുന്നില്ല. ഉമ്മാന്റെ ഖബറിലൂടെ, ഖബറുള്ള ആ വഴിയിലൂടെ ബൈക്കോടിച്ച് പോയാലും ആ നൊന്തു പെറ്റ മകൻ അവിടെ നിന്നൊരു ഫാത്തിഹ ഓതാൻ തയ്യാറാകുന്നില്ല. അപ്പൊ നമ്മുടെ മക്കളെ നാം ഖുർറത്ത് അയ്യുൻ, കൺകുളിർമയാകുന്നവരായിട്ട് വളർത്തേണ്ടതുണ്ട്. നേരെ മറിച്ച് കണ്ണിലെ കരടായാൽ നമുക്ക് ദുനിയാവും ആഖിറവും നഷ്ടമാണ്. മക്കളെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ. ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കൾ. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും ദുനിയാവിൽ സൗന്ദര്യമാണ്. എങ്ങനെയാണ് മക്കള് സൗന്ദര്യമാകുന്നത്? وإنما كان المال والبنون زينة الحياة الدنيا لأن في المال جمالا ونفعا. മുതല് നമുക്ക് ഭംഗിയും ഒരു അലങ്കാരവുമാണ്. നമ്മുടെ വീട് മോടികൂട്ടാൻ, വീടിന്റെ പണിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വാഹനം വാങ്ങാൻ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ ഐഫോണ് വാങ്ങാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് സമ്പത്ത് വേണോ? ആ സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വീടിനെ മോടി കൂട്ടാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ വാഹനങ്ങളെ മോടി കൂട്ടാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ മുതല് മാത്രമല്ല, അൽ മാലു വൽ ബനൂൻ,
നമ്മുടെ മക്കളും സൗന്ദര്യമാണ്. ആ സമ്പത്ത് കൊണ്ട് നമുക്ക് എല്ലാ ഉപകാരവും നടക്കുന്നുണ്ട്. സമ്പത്തില്ലാതെ ഒന്നും നടക്കില്ല. സമ്പത്തില്ലാത്തവന് ഈ ദുനിയാവിലൊരു വിലയും ഇല്ല. സമ്പത്തില്ലാതെ നമ്മുടെ മക്കളെ നമുക്ക് പോറ്റാൻ പറ്റൂല, നമ്മുടെ ഭാര്യയെ പോറ്റാൻ പറ്റൂല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അതിനു വേണ്ടി അള്ളാഹു സമ്പത്ത് നമുക്ക് നൽകിയത് നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതാണ് പറഞ്ഞത്, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മുതലും മക്കളും ദുനിയാവില് വളരെ ഭംഗിയാണ്. വഫിൽ ബനീന ഖുവ്വതൻ വദഫആ. മക്കളെ കുറിച്ച് അവിടുന്ന് മഹാന്മാര് പറയുന്നു, മക്കളെന്ന് പറഞ്ഞാൽ ഖുവ്വതൻ വദഫആ. മക്കള് നമുക്ക് ശക്തി പകരുന്നവരാണ്. അതാ ഉപ്പാക്ക് അസുഖമായാൽ, ഉപ്പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലാണ്ടായാൽ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവാൻ മക്കള് വേണം. മക്കളില്ലെങ്കിൽ ആ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോ മക്കളും നമുക്ക് എന്താണ്? ഭംഗിയാണ്. ദുനിയാവിലെ ഭംഗിയാണ് മക്കളും. മക്കള് നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്നവരാണ്. എന്നാൽ മാതാപിതാക്കൾക്ക് നേരെ വരുന്ന അക്രമങ്ങളെ ചെറുക്കാനും അവിടെ മക്കളെ കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കള് ഖുവ്വത്താണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദഫ്അൻ. അല്ലാഹു തആല എന്തൊരു പ്രയാസം വന്നാലും എന്തൊരു വിഷമം വന്നാലും മക്കള് കൂടെയുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ജീവിതത്തിന്റെ യുവത്വ കാലഘട്ടം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഓരോ രക്ഷിതാക്കൾക്കും അതാ മക്കളെ വേണ്ടി വരുന്നത്. നാം നമ്മുടെ മക്കളെ ആ നല്ല രൂപത്തില് ശിക്ഷണം നൽകിക്കൊണ്ട് പരിപാലിച്ചുകൊണ്ട് വളർത്തിയില്ലെങ്കിൽ, ഞാനതാ പയ്യോളിയിലുള്ളൊരു വൃദ്ധസദനത്തിലേക്ക് പോയപ്പോ അവിടെ ഒരുപാട് ഉമ്മമാരുണ്ട്. വയസ്സായ ഒരുപാട് ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരോട് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് ആ ഉമ്മമാര് കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുന്നു, എന്റെ മോനെ എന്നോട് പറയുകയാണ്, മോനെ എനിക്ക് മക്കളുണ്ട്, അവർക്ക് ഒരുപാട് സമ്പത്തുകളുണ്ട്, അവർക്ക് കാറുകളുണ്ട്. എന്റെ മകൻ കല്യാണം കഴിച്ച് വന്നപ്പോ അവന്റെ ഭാര്യ വന്ന സമയത്ത്, കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുവന്ന സമയത്ത് അവനാകെ മാറിപ്പോയി. ഞാൻ പൊന്നോമന മകനെ ഞാനതാ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളരെ യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് ഞാൻ വളർത്തിയതാണ് എന്റെ മകനെ. പക്ഷേ അവനൊരു കല്യാണം കഴിഞ്ഞപ്പോ ഇന്ന് എന്നെ വേണ്ട മോനെ. അങ്ങനെയാണ് ഞാൻ ഈ വൃദ്ധസദനത്തിലെത്തിയത്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന മകനെ നിന്നെ അല്ല വിടൂല കേട്ടോ. നീ മാതാപിതാക്കളെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, മാതാപിതാക്കളെ തെറി പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ ചീത്ത പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ നീ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാൽ മോനെ നിനക്ക് സ്വർഗം കിട്ടൂല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗ്ഗമെന്ന് ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നിന്റെ സാഹചര്യത്തിൽ വൃദ്ധസഹനങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. നൊന്തുപെറ്റ ഉമ്മാനെ അതാ മക്കള് വൃദ്ധസദനത്തിൽ കൊണ്ടുപോവുകയാണ്. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് വളരെ വേദന സഹിച്ചുകൊണ്ട് മോനെ നിന്നെ 10 മാസമാവും അങ്ങ് പള്ളിയിൽ ചുമക്കുകയാണ്. മോനെ നിനക്കൊരു വേദനയാവണ്ട, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും പറ്റണ്ട, എന്റെ വയറ്റിലുള്ള മോന് അല്ലെങ്കിൽ മോൾക്കൊന്നും സംഭവിക്കണ്ട എന്ന് വിചാരിച്ച് ഉമ്മ അതാ നിന്നെ പേറിക്കൊണ്ട് 10 മാസം വയറ്റിൽ ചുമന്ന് നടക്കുകയാണ്. അങ്ങനെ 10 മാസം കഴിഞ്ഞ് നീ പുറത്തു വന്നപ്പോ അതാ നിന്നെ ഉമ്മയതാ നിന്റെ കാഷ്ടങ്ങളും നിന്റെ മൂത്രങ്ങളൊക്കെ ഉമ്മയതാ എടുത്ത് വൃത്തിയാക്കുകയാണ്. വല്ലാത്ത സേവനം യാതന ഉമ്മ സഹിക്കുകയാണ്. ഉമ്മയതാ കുളിച്ച് വൃത്തിയായി വന്നപ്പോ മകനെ അല്ലെങ്കിൽ മകളെ അങ്ങ് എടുക്കുമ്പോ മകൾ എത്ര തവണയാണ് അല്ലെങ്കിൽ മകൻ എത്ര തവണയാണ് മൂത്രമൊഴിക്കുന്നത്, പക്ഷേ ഉമ്മ ഒന്നും പറയാറില്ല. ഉമ്മ എല്ലാം സഹിക്കുകയാണ്, എല്ലാം ക്ഷമിക്കുകയാണ്. എന്നിട്ട് നിന്നെ വലുതാക്കി പോറ്റി വളർത്തിയ ആ ഉമ്മാനെ നീ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ നിന്നെ പോലെ അള്ളാഹുവിന്റെ അടുത്ത് ശാപം കിട്ടുന്നവൻ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, മാതാപിതാക്കളെ നല്ലവണ്ണം സ്നേഹിച്ചോ, മാതാപിതാക്കള് പറയുന്നതനുസരിച്ചോ. എന്നാൽ അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇദാ മാത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനങ്ങ് മരണപ്പെട്ടാൽ ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളൊഴിച്ച് എല്ലാം അവിടെ നിന്നെന്താ മുറിഞ്ഞു പോവുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ 3 കാര്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോവുകയാണ്. ഒന്നാമതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. ജാരിയായ സദഖ എന്ന് പറയുമ്പോ ഒരു കൈ കൊടുക്കുമ്പോൾ വലത്തെ കൈ കൊടുക്കുന്ന സമയത്ത് ഇടത്തെ കൈ അറിയാത്ത രൂപത്തിലുള്ള സദഖത്താണ് ജാരിയായ സദഖ എന്ന് പറയുന്നത്. അങ്ങനെ നാം സദഖ ചെയ്താൽ ആ അമല് നാം മരിച്ചു കഴിഞ്ഞാൽ മുറിഞ്ഞു പോവൂല. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഔ ഇൽമു യുന്തഫഉ ബിഹി, അവനിക്ക് ഉപകാരപ്പെടുന്ന ഇൽമ്, അതായത് ഒരു ഇൽമ് പഠിച്ചു, ആ ഇൽമ് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? ഒരാൾ ഒരു കാര്യം പഠിച്ചിട്ട് ആ ഇൽമ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ആ ഇൽമ് ഉപകാരപ്പെടുന്നത്. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പഠിച്ചിട്ടു തഹജ്ജുദ് പാതിരാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിച്ചാൽ അത് ഇന്തഫഉ ബിഹി, ഇൽമു യുന്തഫഉ ബിഹി, അത് ഉപകാരമുള്ള ഇൽമായി. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഔ വലദുൻ സ്വാലിഹു യദ്ഉ ലഹു,
അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ സ്വാലിഹായ സന്താനങ്ങൾ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുറിഞ്ഞു പോവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് മുറിഞ്ഞു പോവും. അവന്റെ സമ്പത്തും അവന്റെ പേരും പെരുമയും എല്ലാം അങ്ങ് മുറിഞ്ഞു പോകുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ അവിടുന്ന് അവശേഷിക്കുകയാണ്. അതിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അവന് സമ്പാദിച്ചു വെച്ചാൽ, തന്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ തന്റെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് അതാ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് സൂറത്തു യാസീനും സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനിയൊക്കെ ഇങ്ങനെ ഓതുന്നതാണ്. അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് കൊടുക്കേണ്ട പോലെ ഇൽമ് കൊടുത്തില്ല എങ്കിൽ അതാ അവിടുന്ന് അല്ലാഹുവിനോട് ആ മക്കൾ തന്നെ നമുക്ക് കേടായി സാക്ഷി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഔവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ. ആ സ്വാലിഹായ മക്കൾ ഉണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ ആ രൂപത്തിൽ വളർത്തേണ്ടതുണ്ട്. നല്ല രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ചും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും വലിയവരെ കാണുമ്പോൾ എങ്ങനെ ബഹുമാനിക്കണം, ചെറിയവരോട് എന്ത് ചെയ്യണം, ഉസ്താദുമാരെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പണ്ഡിതന്മാരെ കാണുമ്പോൾ ബഹുമാനിക്കണം, അങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ മക്കളെ ഈ മദ്രസ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല രൂപത്തിൽ നാം പഠിപ്പിച്ചു കൊടുത്താൽ, മക്കളെ നല്ല രൂപത്തിൽ ശിക്ഷണത്തോടുകൂടെ കൊണ്ടുവന്നാൽ ആ മക്കൾ നമ്മുടെ മേലിൽ ഫാത്തിഹ ഓതും. നമ്മുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നേരെ മറിച്ച് മക്കളുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി ഒഴിഞ്ഞു കളഞ്ഞവർക്ക് മക്കളതാ എതിരായി നാളെ അള്ളാന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും. അള്ളാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അതാ മാതാപിതാക്കള് നല്ല ഹജ്ജ് ചെയ്തവരായിരിക്കും, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തവരായിരിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തവരായിരിക്കും. അങ്ങനെ ചെയ്തവർ സ്വർഗത്തിലേക്ക് അള്ളാഹു കടത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ മക്കൾ അവിടെ നിന്ന് പറയും, അല്ലാ ഈ മാതാവിനെ ഈ പിതാവിനെ സ്വർഗത്തിൽ കടത്തേണ്ട അല്ലാ, കാരണം ഞാൻ ഇങ്ങനെയാവാൻ കാരണമാരാണ് എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ് ഞാൻ ഇങ്ങനെയാവാൻ കാരണം. അതുകൊണ്ട് അല്ലാ അവരെ നരകത്തിലൊന്ന് കടത്ത് അല്ലാ എന്ന് മക്കൾ അവിടുന്ന് കേടായി സാക്ഷി നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ നമുക്ക് നല്ലവരായി സാക്ഷി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖു അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വശരീരത്തെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ.
നിങ്ങളുടെ സമൂഹത്തെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സ്വശരീരത്തെയും ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഒന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. നല്ല രൂപത്തിൽ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടി നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. صدق الله العلي العظيم. إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت عيلتي أدركني. الصلاة والسلام عليك يا سيدي يا خليل الله. خذ بيدي قلت عيلتي أدركني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة سيدنا محمد. اللهم صل وسلم وبارك عليه. يا سيدي سندي أوصي ويا مددي كل ظهيرا على الأعداء بالمدد. مجير إرضي وخذ بيدي مدى مددي خليفة الله فيه. يا محي الدين يا محي الدين يا محي الدين عبد القادر يا جيلاني. എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠ ഉസ്താദുമാർ, അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റി, നജാത്തുൽ ഇസ്ലാം ദഫ് കമ്മിറ്റിയുടെയും നൂറുൽ ഇസ്ലാം മദ്രസയുടെ കമ്മിറ്റിയുടെ പ്രഗത്ഭന്മാരായ ഭാരവാഹികൾ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ മഹത്തായ സദസ്സ്, ഇവിടെ നടത്തപ്പെടുന്ന മഹത്തായ അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദഫ്രാത്തിബ് 59-ാം വാർഷികം ത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിൻ്റെ സമാപന ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്,
അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥലം മദ്രസ, അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കുന്ന മതവിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രം